Hello everyone and welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്നും എന്നത്തെയും പോലെ ഒരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടമാകും. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് ചെക്ക് ചെയ്താൽ മതിയേ. ചെക്ക് ചെയ്യണം മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡല്ല, എൻ്റെ റെക്കോർഡാണ്. അത് ഞാൻ വെള്ള പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞേക്കാണ്. അറിയാൻ പാടില്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കുക. അതിലൊരു ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുമ്പോൾ മനസ്സിലാവും. എപ്പോഴെപ്പോഴും കാണിക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കില്ല. അത് ഞാൻ കാണിക്കാം. എന്നിട്ട് ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്തിട്ട് എടുത്തൊരു പെണ്ണിൻ്റെ പടമാണിത്. ഇത് ഞാൻ വരച്ചല്ല, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ വരച്ചല്ല. അനിയനെ കൊണ്ട് വരപ്പിച്ചാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ഇത്രയും നന്നായിട്ട് കിട്ടി. ഞാനായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലായിരുന്ന അവസ്ഥ. എന്നൊക്കെ എങ്ങനെ ഇരുന്നേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായതുകൊണ്ട് നമുക്ക് എളുപ്പമല്ലേ. പെട്ടെന്ന് ട്രേസ് എടുക്കുക, വെട്ടിയെടുക്കാം. അടിപൊളി കാര്യം പെട്ടെന്ന് കഴിയും. ഇനി എന്നെപ്പോലെ വരക്കാൻ അറിയാത്ത ആളാണ് നിങ്ങളെങ്കിൽ പേടിക്കണ്ട. മറ്റേ കോപ്പി എടുക്കില്ലേ, നമ്മൾ കോപ്പി എടുത്തിട്ട് അത് വെട്ടിയെടുത്താൽ മതി. സൈസ് നോക്കിയിട്ട് ചെറുതാക്കി വെട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എനിക്ക് കടയിലൊന്നും പോകാൻ സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ. പിന്നെ നമുക്കൊരു വരക്കാനുള്ള ആളുള്ളപ്പോൾ പിന്നെ നമ്മൾ പുറത്തു പോകണം ശരിയല്ലല്ലോ. അതുകൊണ്ടല്ലാണ്ട് മടിയായിട്ടൊന്നും അല്ല കേട്ടോ, അതുകൊണ്ടാണ് പോകാനത്. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് ഒരു CD മാർക്കർ വെച്ചിട്ട്, ബ്ലാക്ക് കളറാണ്, അത് വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്താണ്. പിന്നെ നമ്മൾ 2 സെൻറ്റിമീറ്റർ വീതിയുള്ള നീളം ആ പേപ്പറിൻ്റെ തന്നെ നീളം എടുത്താൽ മതി. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ നാല് സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ആദ്യമേ ആ അറ്റം ഭാഗം ഇങ്ങനെ ഒട്ടിച്ചിട്ട് ബാക്കി നീളത്തിലെ ഭാഗത്ത് ഇതുപോലെ വലിച്ച് അങ്ങനെ ഒട്ടിക്കണതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒട്ടിക്കാം. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ എന്നാലും ഇങ്ങനെ തോന്നിയപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് ഉണ്ട്. ഇപ്പോൾ 4 സൈഡ് നമ്മൾ ഒട്ടിച്ചെടുത്ത് അത് നമുക്ക് ഈ പെണ്ണിനെ കൊണ്ട് ആ മൂലക്ക് കൊണ്ടേ വെക്കണം. മൂലക്ക് കൊണ്ട് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് ഇതുപോലെ പശ തേക്കാം. പശ കൂടിപ്പോയത് കേട്ടോ. ഞാൻ ആദ്യം എടുത്തപ്പോൾ തന്നെ ആ സാധനം ഇങ്ങോട്ട് തെറിച്ച് പോകുന്നു. അതുകൊണ്ട് അത്രയും കൂടിപ്പോയി. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ പശ കൂടുതൽ തേച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പശ കൂടുതൽ തേക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഒരു പിങ്കല്ല വേറെ അത് തന്നെ ഒരു പിങ്ക് കളർ പേപ്പറാണ് എടുത്തേക്കണത്. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ വരക്കണം. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ വരയ്ക്കണം. ഇത് മടക്കിയെന്ന് വെച്ചാൽ നമുക്ക് വിതർത്താൻ പറ്റണം. അങ്ങനെ മടക്കുവല്ല സാർ അല്ലേ. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതേ കണ്ടോ, 4 മടക്കിക്കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒരു സാധനം വെട്ടുമ്പോൾ 2 എണ്ണമായിട്ട് കിട്ടും, ഒരേ സൈസിലുള്ള. അപ്പോൾ വലുത് ചെറുത് അങ്ങനെയായിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഒരേ സൈസ് തന്നെ കേട്ടോ, ഒരേ സൈസ് തന്നെ 2 എണ്ണം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു ബട്ടർഫ്ലൈനെ പോലെ കിട്ടും. കണ്ടില്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബട്ടർഫ്ലൈയാണ്. നല്ല ഭംഗിക്ക് ഇരുന്നോളും. എന്നിട്ട് അതേപോലെ നമ്മൾ ഫുള്ള് ചെയ്തെടുക്കണം. പിന്നെ ബട്ടർഫ്ലൈ ചെയ്യുമ്പോൾ ചെറുതും വേണം വലുതും വേണം. അങ്ങനെ എത്ര എണ്ണമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വെട്ടിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലേ, ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തോടെ. ആരും ചെയ്യൂല. ഇല്ല കേട്ടോ, ചെയ്യാനുണ്ട്. കാര്യം ഓരോ വീഡിയോസ് ഇടുമ്പോഴും 1-2 എണ്ണമൊക്കെ വെച്ച് കൂടുന്നുണ്ട്. ആരാ ഇടണേ, ആരാ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റണില്ല. കാര്യം ഹൈഡ് ചെയ്തേക്കോ ആയിരിക്കുമല്ലോ എല്ലാവരും. ചിലർക്ക് ചാനലൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം കിട്ടില്ലേ, അതിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്മുടെ ഈ ബട്ടർഫ്ലൈനെ ചെറുത് മുതൽ വലുത് വരെ എന്ന ക്രമത്തിൽ നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ചവറ് പോലെ എവിടെയെന്ന് വെച്ചാൽ ഒട്ടിക്കാം. അങ്ങനെയല്ല, എന്നാലും ഇങ്ങനെ അകത്തി നമുക്കിങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവില്ല എവിടെയൊക്കെ വെച്ചാൽ നന്നാകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പം അതുപോലെ വയ്ക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒന്നും പറയാൻ മറന്നിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ എല്ലായിടത്തുനിന്നും കേട്ട് മടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ പറയണില്ല. ഇതെല്ലാം ഒന്ന് ചെയ്തേക്കാം. അയ്യോ തീർന്നില്ല കേട്ടോ, നമ്മൾ അതിൻ്റെ അകത്ത് ഒരു കൊത്തുപണിയും കൂടി ചെയ്യാനുണ്ട്. അത് എന്ത് ചെയ്യുക, വൈറ്റ് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, പെയിൻറ്റിങ് ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു കമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇതില്ലേ ഈർക്കിലെടുത്തിട്ട് അത് വെച്ചിട്ടാണെങ്കിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ നടുക്കായിട്ട്. കണ്ടില്ലേ, അപ്പോൾ നല്ല ഭംഗിക്കിരിക്കും. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വോൾ ഹാങ്ങിങ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായി, ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമാവുമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്തേക്കാം. ഇഷ്ടമെങ്കിൽ ചെയ്താൽ മതി, ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് അപ്പോൾ ചെയ്തേക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. കണ്ടോ, നമ്മൾ വോളിൽ തൂക്കിയിടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഡബിൾ സൈഡ് സ്റ്റിക്കറല്ല, ഒരു സെല്ലോ ടോപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചാനലിൽ ഒട്ടിച്ചാൽ മതിയേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.